യേസ്, എല്ലാവർക്കും സുഖമാണോ? എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്നൊരു കിച്ചൺ ഡേ ഇൻ മൈ ലൈഫാണ്. കിച്ചൺ മാത്രമല്ല, ഇന്ന് എൻ്റെ ഉമ്മായൊക്കെ വന്നൊരു ദിവസം കൂടിയാണ്. ഫുൾ ഡേ എന്ന് പറയാം. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ എടുത്തത്. ഞാൻ അമ്മിയൊക്കെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഭയങ്കര പൊടിയും അഴുക്കായിട്ടൊക്കെ കിടക്കുന്ന കേട്ടോ. അപ്പം ഞാൻ ഒന്ന് സ്ക്രബൊക്കെ ഇട്ട് ഒന്ന് ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് സൊല്യൂഷനൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ്. അപ്പോഴും നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് ആ സ്ക്രബ് ഇട്ടിട്ട് ഒന്ന് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് കഴുകി. നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു 6 മാസത്തോളമായി ഞാൻ അത് കഴുകിയിട്ട്. ഞാൻ പിന്നെ ആ സൈഡിലോട്ടേ പോവില്ല. അവിടെയാണ് ഞാൻ എപ്പോഴും ഈ നമ്മളൊരിപ്പം വേസ്റ്റിൻ്റെ പേപ്പർ വയ്ക്കുന്നതും കവർ വയ്ക്കുന്നതും ഒക്കെ അവിടെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഒന്ന് തേച്ച് കഴുകി ഒന്ന് വൃത്തിയാക്കാമെന്ന്. അവിടെ ഒരു ചെറിയൊരു മിനുക്ക് പണിയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. നല്ല അഴുക്കുണ്ടായിരുന്നു. അതിനനുസരിച്ച് എനിക്ക് പണിയും കിട്ടി. അവിടെ വെള്ളം ഒഴിക്കുന്ന സമയം കൊണ്ട് ആ വെള്ളം അത്രയും കൂടെ താഴോട്ട് പോകാതെ അതിൻ്റെ ഹോൾ ഇട്ടിട്ടുണ്ട്. അങ്ങ് പോകാൻ ഈ അമ്മിയൊക്കെ കഴുകുമ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി അങ്ങ് ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വെള്ളം അത്രയും കൂടെ ഇങ്ങോട്ട് വന്നായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാൻ ചറുക്കി വെള്ളം വീഴുമെന്ന്. ഭാഗ്യത്തിന് പതുക്കെ നടന്നുകൊണ്ട് അപ്പം തന്നെ ഞാൻ മോപ്പിട്ട് തുടച്ചു. ഒന്ന് തുണിയൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ ഇവിടെ വീണ്ടും ഒന്ന് പൊടിയൊക്കെ പോകാൻ വേണ്ടി വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് തുണിയൊക്കെ കൊണ്ട് തുടച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എടുക്കുകയാണ് കേട്ടോ. പിന്നെയും തുടയ്ക്കണം. അപ്പോൾ അത്രയും പൊടി ഉണ്ടെങ്കിൽ പോട്ട് എന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ വീണ്ടും വെള്ളം വീണു കേട്ടോ. അതിനെനിക്ക് അപ്പോഴും വീണ്ടും വെള്ളമൊന്നും പോയില്ലായിരുന്നു. വീണ്ടും മോപ്പിട്ട് തുടച്ചിട്ട് ഒരു തോർത്തുണ്ടായിരുന്നു. ആ തോർത്തിട്ട് തുടച്ചാൽ പെട്ടെന്ന് വെള്ളം ഈർപ്പം പിടിക്കാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയിട്ട് ഞാൻ അവിടെ ആ സ്റ്റാൻഡ് ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടല്ലോ മീഷോയുടെ ഹോൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കവറുണ്ടല്ലോ, ഈ കവറിടാനുള്ളത് അതൊക്കെ ഹോൾഡറൊക്കെ ഞാൻ അത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റിക്കർ അവിടെ ഒട്ടുന്നില്ല. അതുകൊണ്ട് അതിലൊരു നമ്മളെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒന്ന് അത് വെച്ച് ഞാൻ ഒട്ടിച്ചപ്പോൾ നല്ല ഉറച്ച് ഒട്ടിയേട്ടാ. അത് എങ്ങനെയുണ്ടെന്ന് അങ്ങ് പറയണം കേട്ടോ. ഞാൻ അവിടെ അവിടെ ഒരു കോർണറാണല്ലോ ഈ അമ്മിക്കല്ല്. അപ്പം ഞാൻ അതിൽ തന്നെ അവിടെ കവർ വയ്ക്കാനുള്ള ഹോൾഡറിൻ്റെ ഇതും പിന്നെ നമ്മളെ കിച്ചൺ ടൗലൊക്കെ തൂക്കിയിടാനും ആയിട്ടുള്ളതൊക്കെ വെച്ചു. മറ്റേ ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഈ അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ എല്ലാ സാധനവും കബോർഡിൽ നിന്ന് എടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് ഞാൻ വെച്ചിട്ട് ഞാൻ അവിടെ തൂത്തിട്ട് ശേഷം ഇതാണ് കേട്ടോ. ഇത്രയും ഇരിക്കുകയാണ്. അത് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി കേട്ടോ. പാത്രം കഴുകണമെന്ന് വെച്ചാൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിലും സിങ്ക് കുറച്ചും കൂടെ വലുതായത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പാത്രങ്ങൾ അവിടെ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് മാറ്റിയൊന്നും വെക്കാൻ പറ്റിയില്ല. അങ്ങനെ പാത്രമൊക്കെ ഇട്ട് ആ ബാസ്ക്കറ്റിലേക്ക് ഞാൻ കമത്തി വയ്ക്കുക. അപ്പോൾ ഈ വെള്ളം ഊറിപ്പിടിക്കുമ്പോഴേക്കും ഞാൻ അതിലേക്ക് പാത്രങ്ങളെല്ലാം ഈ താഴത്തെ കബോർഡിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. അടുത്തെന്ന് വെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മയൊക്കെ വന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പേപ്പറൊക്കെ തുടച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചാൽ ഇനിയിപ്പോൾ പാടായിരിക്കും. അപ്പോൾ ഈ തുടച്ച് കഴിഞ്ഞ് തൂത്തിട്ട് പേപ്പറൊക്കെ ഇട്ടിട്ട് അവിടെ വലിയ അരി, പച്ചരി, അതുപോലെ തന്നെ ഇഡലിയുടെ പൊടി അതൊക്കെ വെച്ചു അവിടെ. ഈ അടുത്ത സെക്ഷനിലേക്ക് ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ പേപ്പറിൽ കുറച്ച് എന്ന് വെച്ചാൽ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ അതിലൊക്കെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അതിൽ വാങ്ങിക്കുന്ന 2-3 സാധനങ്ങൾ, പിന്നെ ഈ പൊടി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ കുറച്ച് വലിയ ബോട്ടിലൊക്കെയാണ് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ. ഇതാണ് കേട്ടോ എൻ്റെ ആ സെക്ഷൻ എന്ന് പറയുമ്പോൾ. ഇത് രണ്ടാമത്തെ സിങ്ക്, ഒരു ചെറിയ സിങ്കിൻ്റെ അവിടെയുള്ള സെക്ഷനാണ്. അതെന്ന് വെച്ചാൽ അവിടെ എപ്പോഴും ഈർപ്പമാണ്. വെള്ളം ഇങ്ങനെ ഈർപ്പം പിടിക്കുന്നത് അവിടെ ഒന്നും വെക്കാൻ പറ്റത്തില്ല. എൻ്റെ പഴയ കുറച്ച്
ചട്ടി, പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അവിടെ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ സിങ്കിന് എൻ്റെ പാത്രം കഴുകുന്ന നേരെ സിങ്കിൻ്റെ അടുത്തായിട്ട് കെറ്റിലേക്ക് ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കറികളോ എന്തെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ എന്തെങ്കിലും എടുത്ത് വെക്കണമെങ്കിലോ അതിങ്ങനെയൊക്കെ വേണ്ടി കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലപ്പൊടികൾ ഉണ്ടാക്കാനോ അതൊക്കെ അത്യാവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ കളഞ്ഞു കേട്ടോ. എനിക്കത് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗ്യാസിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ കൊണ്ടുവയ്ക്കാം, അവിടെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ വലിയ പാത്രം ഉണ്ടല്ലോ, ഈ രണ്ടിൻ്റെ വലിയ പാത്രങ്ങൾ താഴെ ആ ചെറിയ സ്റ്റാൻഡിൻ്റെ അവിടെ അടിയിൽ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഉമ്മ മീൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പം ഉമ്മ ഞാൻ പറഞ്ഞു പുളിയും മുളകും വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇക്കാക്ക് അതാണ് പുളിയും മുളകാണ് കേട്ടോ ഇഷ്ടമായിട്ട്. അപ്പം ഉമ്മ പറഞ്ഞു ഞാൻ വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഉമ്മമാർ വരുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചൊരു റെസ്റ്റൊക്കെ കിട്ടുന്നത്. അതുവരെ നമ്മളാണല്ലോ വെക്കുന്ന കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉമ്മ വെച്ചു, ഞാനൊന്ന് ഇളക്കി കൊടുത്തു, എണ്ണയൊക്കെ ഇട്ട്. ഉമ്മയുടെ രീതിയിലാണ് ഉമ്മ വെക്കുന്നത്, ഞാൻ വേറെ രീതിയിലാണ് വെക്കുന്നത്. അവരൊക്കെ ഒരുപാട് നാൾ വെച്ചിട്ടുള്ളത് കൊണ്ട് ആ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ സവാള എണ്ണ ഒഴിച്ചു, സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ഉപ്പിട്ട് വഴറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാൻ മിക്സിയിലിട്ട് അരച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഉള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വഴറ്റിയിട്ട് ഇത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടും. അത് നല്ല വേവുകയും ചെയ്യും. ഈ സവാളയും ഉള്ളിയും എല്ലാം വെന്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അത് അടച്ചു വെച്ചേക്കാണ്, അടച്ചു വയ്ക്കാൻ പോവേണ് കേട്ടോ. അത് അടച്ചു വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കുറേ അടുക്കളയിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മ കൊണ്ടുവന്നതൊക്കെ ഞാൻ കുറേയൊക്കെ എടുത്ത് അങ്ങ് അവിടെ ഇവിടെയൊക്കെ മാറ്റിയൊക്കെ വെച്ചു. പിന്നെ മുട്ട ഞാൻ കാണിച്ചായിരുന്നല്ലോ, അതൊക്കെ എടുത്ത് ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പറിൽ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഇളക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ഞാൻ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഒരു കുപ്പിയിൽ വെള്ളം പിടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് ഐസ് വെള്ളമൊക്കെ ആവശ്യം വേണ്ടി വരും. അപ്പം ഞാൻ കുപ്പിയിൽ ഫിൽറ്ററിൽ നിന്ന് എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് കുപ്പിയിൽ ഫ്രിഡ്ജിൽ പിടിച്ച് വെച്ചിട്ട് അപ്പോഴാണ് ആ പുളി ഇരുന്നത് ഞാൻ കണ്ടത്. ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നു കേട്ടോ. ഇതുവരെയായിട്ട് ഞാൻ എടുത്ത് വെച്ചില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് ജാറാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. അത് ഞാൻ മാറ്റിയിട്ട് ഗ്ലാസ് ജാറാക്കി അതിലെടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ ഇതിലേക്ക് ഇടാം. അപ്പോൾ അത് നല്ലോണം പച്ചമണം മാറിയിട്ട് നല്ലോണം വെന്ത് വന്നിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ആവശ്യാനുസരണം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അപ്പോൾ കുറച്ചും കൂടെ നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും, നല്ല പ്യുവർ വെളിച്ചെണ്ണയാണെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടി ഇടാൻ പോവുകയാണ് കേട്ടോ. മുളക് പൊടിയല്ല, മല്ലിപ്പൊടി ഇടാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ വെച്ച് മുളക് പൊടി ആയിരിക്കും മുളക് പൊടി ഇടണം കേട്ടോ. മുളക് പൊടി ഞാൻ അതിലേക്ക് നല്ല കാശ്മീരി മുളകാണ്, കാരണം എരിവ് കുറവും കൂടെയാണ്. അപ്പം ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നല്ല പച്ചമണം മാറുന്നവർ ഒന്നും കൂടി ഇളക്കി. പിന്നെ മല്ലി നമുക്ക് 1/2 ടീസ്പൂൺ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇടാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും, കുറച്ചും കൂടി നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുരുമുളകും ചേർക്കാം, കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യാനുസരണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുക. എന്നിട്ട് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. നമ്മൾ നോർമലായിട്ട് മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്നും പുളി കുറച്ച് വേണം കേട്ടോ. പുളി പിഴിഞ്ഞ് ആദ്യമേ വെച്ചേക്കണം. അപ്പോൾ പുളിയാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കൊടുത്തു, അത് റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഉമ്മ ഇറച്ചിയൊക്കെ കൊണ്ടുവന്നായിരുന്നു, കുറച്ച് ഇറച്ചി കൊണ്ടുവന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെക്കാനായിട്ട് നമ്മൾ കുറച്ച് അത് രാവിലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. അത് കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ച് പിന്നെ ഭൂരി ഉണ്ടാക്കി. ഇതൊക്കെ മക്കൾ കഴിക്കുമല്ലോ ഭൂരിയൊക്കെ, അപ്പോൾ മക്കൾക്ക് വേണ്ടി ഭൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കേട്ടോ.
അപ്പോൾ ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് ഫുഡൊക്കെ കുറച്ച് ആവശ്യം വേണമല്ലോ. അപ്പം ഞാൻ ഭൂരിയൊക്കെ ഉണ്ടാക്കിയാണ്. ഗോതമ്പ് പൊടിയിലാണ്. ഗോതമ്പ് പൊടിയാകുമ്പോൾ നല്ല ബ്രൗൺ കളറിൽ കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് അപ്പം അതിൻ്റെ അടുത്ത് അപ്പവും കൂടെ ചുടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ച് ഞങ്ങളെല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കണം കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ വന്നിരിക്കുമ്പോൾ നല്ല രസമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒതുക്കി ഡോറൊക്കെ കുറ്റിയിട്ടപ്പോഴാണ് പിന്നെ പറഞ്ഞത് നമുക്ക് ദീപാവലിയുടെ സാധനങ്ങൾ ഇരിക്കുകയില്ലേ, ദീപാവലി ഒന്ന് ആഘോഷിച്ചാൽ. ദീപാവലി കഴിഞ്ഞിട്ട് 1 മാസമായി കേട്ടോ. അതിന് ശേഷം ആണ് ഈ വീഡിയോ ഇട്ടത്. ദീപാവലി 1 മാസമായി കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിലെ സാധനങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് എൻ്റെ ബ്രദർ പറഞ്ഞാണ് ഒന്ന് ആഘോഷിച്ച് കളയാൻ കേട്ടോ. ഞങ്ങളൊന്നും ആഘോഷിച്ചില്ല, നമ്മളെല്ലാവരും ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് രാത്രിയാണ് കേട്ടോ. രാത്രിയായിട്ട് ടെറസിൽ നമ്മൾ പോയി അടിപൊളിയായിട്ട് അധികം വലുതൊന്നുമില്ല, മക്കളൊക്കെ ഉണ്ടോണ്ട് അധികം സ്പയറിങ് ഉള്ളതൊന്നുമില്ല, വളരെ ലളിതമായി നമുക്കൊന്ന് മനോഹരമായി കാണാൻ പറ്റിയത് അതുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. പൂത്തിരി ഞാൻ മാറി നിൽക്കുകയായിരുന്നു. ഞാൻ നേരത്തെ ആഘോഷിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത്രയേ ഉള്ളൂ. ഇത് അങ്ങനെയൊക്കെ നല്ല കലച്ചക്രം അങ്ങനെയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കിടന്നപ്പോൾ തന്നെ 12 മണിയായി. ഇതെല്ലാവരും കൂടെ രാത്രിയായിട്ട് അടിപൊളിയായിരുന്നു.